കേരളത്തിൽ അതിശക്തമായ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ തന്നെ ശക്തമായ മഴ പലയിടത്തും പെയ്തു കഴിഞ്ഞു, പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൽ. വരും ദിവസങ്ങളിലും മഴ ഈ രീതിയിൽ തന്നെ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. അതായത് 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴ, ചിലയിടങ്ങളിൽ അതിശക്തമായ മഴ, അതിതീവ്ര മഴയ്ക്കുള്ള സാധ്യതയുണ്ട്. ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ എല്ലാ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. 14 ജില്ലകളിലും മഴ പെയ്യുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. അതിൽ മലപ്പുറം മുതൽ കാസർഗോഡ് വരെയും തൃശൂർ എന്നീ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ്. അതിശക്തമായ മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് ആണെങ്കിൽ കൂടിയും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. മാത്രമല്ല മറ്റ് ജില്ലകളിൽ എല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയെന്നാണ് പ്രവചനം. ഈ യെല്ലോ അലർട്ട് ഉണ്ടെങ്കിലും മലയോര മേഖലകളിലടക്കം ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും ഒക്കെ സാധ്യതയുള്ളതുകൊണ്ട് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ജാഗ്രത പാലിക്കണമെന്ന് അറിയിച്ചിട്ടുണ്ട്. നാളെയും കനത്ത മഴയ്ക്കുള്ള മുന്നറിയിപ്പ്, അതായത് 2 ജില്ലകൾ കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിൽ റെഡ് അലേർട്ട് നൽകിയിട്ടുണ്ട്. അതിതീവ്ര മഴയെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനത്തിൽ പറയുന്നത്. അതുകൊണ്ട് തന്നെ വടക്കൻ കേരളത്തിൽ ഈ അടുത്ത 2-3 ദിവസം കൃത്യമായി ജാഗ്രത വേണം. 2 ജില്ലകളിൽ റെഡ് അലേർട്ട് മാത്രമല്ല 9 ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിട്ടുണ്ട്. ഓറഞ്ച് അലേർട്ട് ആണെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ രീതിയിലുള്ള മുൻകരുതലുകൾ സ്വീകരിക്കണം. അറബിക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താലാണ് കേരളത്തിൽ മഴ പെയ്യുന്നത്. വരും ദിവസങ്ങളിൽ ബംഗാൾ ഉൾക്കടലിൽ ഒരു ന്യൂനമർദ്ദം രൂപപ്പെടുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു. 2 ദിവസത്തിനുള്ളിൽ കേരളത്തിൽ കാലവർഷം എത്തിയേക്കും.